ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് എറണാകുളം സുഭാഷ് പാർക്കിലാണുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. പിള്ളേരുമായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വരാത്ത ആരും ഉണ്ടാവില്ലായിരിക്കാം. വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സുഭാഷ് പാർക്ക്. നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്താലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ എത്ര പേര് കാണുന്നുണ്ടെന്നൊക്കെ, ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ആണ് കേട്ടോ. ഹലോ, അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ഒന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചേക്കാണ് കേട്ടോ പാർക്കിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കുറേ ബാച്ചസ് ആയിട്ട് കുറേ ആൾക്കാരിരിക്കുന്നുണ്ട്. വയസ്സായവരുടെ ഒരു ബാച്ച് ഉണ്ട്, പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ബാച്ച് ഉണ്ട്, പിന്നെ കുട്ടികളുടെ ബാച്ചുകളുണ്ട്, പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന പ്രണയിക്കുന്നവരുടെ ഒരു ബാച്ചസ് ഉണ്ട്. അത് ഏത് വയസ്സുകാർക്കും പ്രണയിക്കാമല്ലോ. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ആർക്കായാലും പ്രണയിക്കാൻ തോന്നും, നമുക്കായാലും പ്രണയിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു. ഈവനിങ് ടൈമിൽ നമ്മളെല്ലാവരും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എത്ര ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സുഭാഷ് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ പോയിരിക്കും. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നല്ല, സോറി, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. അവിടെ പോയിട്ട് ടെൻഷൻ പോയില്ല എന്ന് എന്തൊക്കെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായൊരു വ്യൂ കണ്ട നല്ല രസമായിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫോണിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു കയ്യിലിരുന്ന്. കണ്ണനും പിള്ളേരും എന്നെ ശ്രദ്ധിക്കാതെ അവരവരുടെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണനാണ് എന്നോട് പറഞ്ഞത് വീഡിയോ എടുത്തോളൂ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചൊന്നും അത്ര ബോധേഡല്ലായിരുന്നു. ഞാൻ വെച്ചാൽ നല്ല രസമല്ലേ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് കൂൾ ആയിട്ട് മനസ്സിനെ തണുപ്പിക്കാം. ഈ മനസ്സിലൊക്കെ ഒരു മഞ്ഞ് വീഴുന്ന പോലെ എന്തോ ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു അവിടെ ഇരുന്നപ്പോൾ. ആ തണലത്ത് മൺതിട്ടയല്ലല്ലോ, എന്താ പറയുക, ആ പുൽത്തിട്ടയിലൊക്കെ ഇരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എന്തായാലും പോണേ. എൻ്റെ ഫോണിങ്ങനെ ജെർക്ക് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ കാറ്റടിക്കുന്നുണ്ട്, അപ്പോൾ കൈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. ഞാൻ ട്രൈപോഡൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ വയസ്സായവർ പ്രണയിക്കുന്നവർക്ക് പ്രായം നോക്കേണ്ടതില്ലല്ലോ. വയസ്സായവരും കൗമാരക്കാരും അങ്ങനെ കുറേ ജോഡികൾ അവിടെ ഇവിടെയൊക്കെ വന്നിരിപ്പുണ്ട്. പല ഭാഷക്കാർ വന്നിരിപ്പുണ്ട്, ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്.
അങ്ങനെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മൾ തന്നെ വിചാരിക്കേണ്ടാവും നമുക്ക് എവിടെ പോകാനാണ്, ഇവിടെയും പോകാനൊന്നും വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നവർ ജസ്റ്റ് സുഭാഷ് പാർക്കിലൊന്നും പോയിക്കോളൂ. അത്ര വലിയ കാര്യമില്ല എന്നൊക്കെ വിചാരിക്കും ചിലർ. എന്തിനാണ് സുഭാഷ് പാർക്കിൽ പോകണേന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷേ നമ്മളൊന്ന് പോയി ജസ്റ്റ് അവിടെ ഒന്ന് പോയി അവിടുത്തെ കാറ്റൊക്കെ ഒന്നുകൊണ്ട് അവിടെ ആ സൈഡിലൊക്കെ ഇരിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ പഴയതിനേലും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു ഇരിപ്പിടങ്ങളും ഒക്കെ. നല്ല രസമുണ്ട് കേട്ടോ, എല്ലാം നല്ല രസമുണ്ട്. കുട്ടികൾ കളിക്കാനുള്ളതും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ പറയുക, പുട്ടുണ്ട്, പഴമുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ട്. നമ്മളവിടെ ചെല്ലേണ്ട താമസം. ഇത് കണ്ടോ, വളരെയധികം കുട്ടികളാണ്. നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാത്തുമ്മയും കയറി കളിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾ. അപ്പോൾ എൻ്റെ മക്കൾ അതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്. കണ്ണനാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കുറേ കുട്ടികളെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ. സൺഡേ ആണ് ഞങ്ങൾ പോയത്. സൺഡേ എടുത്ത വീഡിയോ ആണ്, ഈ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്, സമയം കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. വീഡിയോ കണ്ടിട്ട് എന്തായാലും കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ എന്താണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്, എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ എനിക്കറിയണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വൈകുന്നേര സമയത്തൊക്കെ നല്ല മെലഡി സോങ്സും നല്ല 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 സോങ്സ് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോങ്ങും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും നമ്മുടെ ടെൻഷൻ, എത്ര നമ്മൾ ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ പറ്റും അവിടെ. അപ്പോൾ ഞാൻ പൊന്നോട് പറയാൻ ചാറ്റ പറയും പൊന്നോന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൻ ചാറ്റ കണ്ടിട്ട് അല്ലു ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അല്ലുവിനോട് ചാറ്റ പറയാൻ പറയാണ് അവര്. അപ്പോൾ ചാറ്റ പറയുന്നുണ്ട്, ചാറ്റ പറയാണ്. അവൻ കളിച്ച് ഭയങ്കര ടയേർഡായിട്ട് തയ്യാറെടുക്കുമ്പോൾ കുറച്ച് നേരം എടുക്കാൻ പറഞ്ഞ് ഇവിടെ ഒന്ന് ഇരിക്കുകയാണ്. അവര് ഭയങ്കര കളിയിലാണ്, അച്ഛനും മക്കളും. അങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ, ഈ പാർക്കിൻ്റെ സൈഡിൽ തന്നെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ ചെടികളിലതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചെടികൾ ഇങ്ങനെ രാശി വൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ദൂരെ നിന്ന് വീഡിയോ എടുത്തിട്ട് പൊക്കളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കാണും.